സാക്ഷാൽ 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഒരു ഇന്ത്യൻ പ്ലെയർ 2800 എന്ന മാജിക്കൽ റേറ്റിംഗ് കടന്നിരിക്കുന്നു. അർജുൻ എരിഗാസിയാണ് ഈ അപൂർവമായ നേട്ടം കൈവരിച്ചത്. ചെസ് ചരിത്രത്തിൽ തന്നെ ആകെ 16 പേരെ ഈ അപൂർവമായ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഗെയിമിൽ വൈറ്റ് കളിക്കുന്ന അർജുൻ എരിഗാസിയും ബ്ലാക്ക് കളിക്കുന്ന ഡിമിട്രി ആൻഡ്രേക്കിനുമാണ്. അപ്പോൾ അർജുൻ ഗെയിമിൽ ഇവിടെ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ആൻഡ്രേക്കിൻ C6 കളിക്കുന്നു. അപ്പോൾ ഇത് കാരോക്കൈൻ ഡിഫൻസ് ആണ്. D4 D5 കളിച്ചാൽ പോണിനെ അറ്റാക്ക് ചെയ്യണം. അർജുൻ E5 പുഷ് ചെയ്തിട്ട് കാരോക്കൈൻ ഡിഫൻസിന്റെ അഡ്വാൻസ് വേരിയേഷനിലോട്ട് പോകണം. ആൻഡ്രേക്കിൻ C5 കളിക്കുന്നു. അപ്പോൾ ഇത് കാരോക്കൈൻ ഡിഫൻസിന്റെ അഡ്വാൻസ് വേരിയേഷനിലെ ബോട്ട്വിനിക് കാൾസ് ഡിഫൻസ് ആണ്. ഇവിടെ പോൺ വെച്ച് പോണിനെ വെട്ടുകയാണ് ഇവിടെ അർജുൻ ചെയ്യുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നൈറ്റ് F3 കളിക്കാം, അല്ലെങ്കിൽ C3 കളിച്ചിട്ട് ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗെയിമിൽ പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. E6 കളിച്ചിട്ട് അർജുൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യണു ആൻഡ്രേക്കിൻ. A3 കളിക്കുന്നു ഇവിടെ വൈറ്റ്. ബിഷപ്പ് വെച്ച് പോണിനെ എടുക്കുന്നു ആൻഡ്രേക്കിൻ. നൈറ്റ് F3. F6 ആണ് ഇവിടെ ആൻഡ്രേക്കിൻ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാനാണ്. പക്ഷേ ഇതിനേക്കാളും പോപ്പുലർ ആയിട്ട് ഇവിടെ കളിച്ചിരിക്കുന്ന ബെസ്റ്റ് മൂവ് ഇവിടെ നൈറ്റ് E7 പോലത്തെ മൂവ്സ് ആണ്. പക്ഷേ ഈ ഗെയിമിൽ ഇവിടെ ആൻഡ്രേക്കിൻ F6 കളിച്ചിട്ട് ഈ പോണിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെടുക്കാനല്ല ആദ്യ ഉദ്ദേശം. ഈ ഒരു പോൺ വെച്ച് ഈ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. ഇതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. B4 കളിച്ചിട്ട് ആദ്യം ഈ ഒരു ബിഷപ്പിനെ ഓടിക്കുന്നു. ബിഷപ്പ് തിരികെ പോയിട്ട് ബിഷപ്പ് B2 വന്നിട്ട് ഈ ഒരു പോണിലേക്ക് ഇപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷനായി. നൈറ്റും ബിഷപ്പും കൂടെ ആ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. A5 കളിച്ചിട്ട് ഈ പോണിലേക്ക് ഒരു കൊട്ട് കൊടുക്കുന്നു. അർജുൻ B5 കളിക്കുന്നു. അപ്പോൾ B5 കളിക്കുന്നതോടെ ഈ രണ്ട് ക്രിട്ടിക്കൽ സ്ക്വയർസ് ഇവിടെ അർജുൻ്റെ പരിധിയിലായി. അപ്പോൾ നൈറ്റിന് ആ രണ്ട് സ്ക്വയറിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നൈറ്റിന് ഓഫ് കോഴ്സ് D7 വരാൻ പറ്റും. അർജുൻ ജസ്റ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് D3 കളിക്കുന്നു. നൈറ്റ് H6 കളിക്കുകയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. എന്താണ് ഈ ഒരു മൂവിൻ്റെ ഉദ്ദേശം എന്ന് മുന്നിലുള്ള നീക്കങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യൂനെ E2 കളിക്കുന്നു. അപ്പോൾ ഇരുവരും ഡെവലപ്പ് ചെയ്യുകയാണ്. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. C4 കളിച്ച് ബ്ലാക്കിൻ്റെ സെൻറ്ററിനെ ഇവിടെ ചലഞ്ച് ചെയ്യുകയാണ് ഇവിടെ അർജുൻ. അപ്പോൾ നൈറ്റിനെ H6 കളിച്ചിട്ട് ഈ H6 നൈറ്റിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ F7 വന്ന് ഈ ഒരു E5 മാക്സിമം പ്രഷർ കൊടുക്കാനാണ് ഇവിടെ ആൻഡ്രേക്കിന് ശ്രമം. അപ്പോൾ ഇവിടെ അർജുൻ എങ്ങനെ കളിക്കുന്നു? പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. അപ്പോൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത മൂവ് ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് അർജുൻ്റെ ശ്രമം. പക്ഷേ ഇവിടെ സെൻട്രൽ ഒരുപാട് എക്സ്ചേഞ്ചുകൾ നടക്കുകയാണ്. നൈറ്റ് വെച്ച് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. സെൻട്രൽ പോണിനെ നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു. പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. അപ്പോൾ കുറേ എക്സ്ചേഞ്ചുകൾ ഇവിടെ നടന്നു. ഇവിടെ അർജുൻ കളിക്കുന്നത് നൈറ്റ് C3. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഈ ഒരു പോൺ ഇവിടെ ഫ്രീ അല്ലേ, വെറുതെ വന്ന് വെട്ടിയെടുത്തുകൂടെ? അങ്ങനെ വന്ന് വെട്ടിയെടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇവിടുത്തെ ബിഷപ്പ് F6 എന്ന് പറഞ്ഞ മൂവ് ഉണ്ട്. ഇവിടെ ക്യൂനും റൂക്കും ഒരേ ഡയഗണലായതുകൊണ്ട് ഇവിടെ ആ റൂക്ക് ഇവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ആ പോണിനെ എടുക്കാതെ ഇവിടെ നൈറ്റിനെ C3 കളിക്കണം ഇവിടെ അർജുൻ. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. അപ്പോൾ ഇവിടെ അർജുൻ ഒരു ട്രിക്കി മൂവ് കളിക്കുകയാണ്. നൈറ്റ് വെച്ച് ആ പോണിനെ വെട്ടിയെടുക്കണം. ഓഫ് കോഴ്സ് ആ ഒരു നൈറ്റിനെ ബ്ലണ്ടർ ചെയ്യുകയല്ല. കാരണം ഈ നൈറ്റിനെയൊക്കെ വെട്ടാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ബിഷപ്പ് C4 വരും. ഇപ്പോൾ ഈ ക്യൂവിന് അനങ്ങാൻ പറ്റില്ല. ഇവിടെ ക്യൂൻ പിൻഡാണ്. ഇവിടെ വൈറ്റ് ഈസിലി ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു നൈറ്റ് വെച്ച് പോണിനെ എടുത്ത് ഒരിക്കലും ഒരു ബ്ലണ്ടർ അല്ല. ആ നൈറ്റിന് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാനും പറ്റുകയില്ല. ഇവിടെ ബിഷപ്പ് C5 കളിക്കണം. ആൻഡ്രേക്കിന് ഇതിലൊന്നും വീഴുന്നില്ല. ബിഷപ്പിനെ C5 കളിക്കുന്നു. അപ്പോൾ ഇവിടെ അവസാനം അർജുൻ ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബിഷപ്പ് E6 കളിച്ചിട്ട് ആ ഡയഗണൽ അടയ്ക്കാൻ നോക്കുകയാണ്. ഇനി നൈറ്റ് ഇവിടെ തിരികെ പോയി. കാരണം നോ ലോങ്ങർ ഇവിടെ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ഇവിടെ എടുക്കാം. അപ്പോൾ ആ നേരത്തെ പോലത്തെ ഇതുപോലത്തെ ത്രെഡ്സ് ഇനി ഇവിടെ നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ബിഷപ്പിനെ E6 കളിക്കുന്നത്. അപ്പോൾ നൈറ്റ് ജസ്റ്റ് തിരികെ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ നൈറ്റിൻ്റെ ശ്രമം. ബിഷപ്പിനെ ഇവിടെ D4 കളിച്ചിട്ട് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അർജുൻ എന്താണ് ചെയ്യേണ്ടത്? അർജുന് റൂക്ക് C1 കളിച്ചിട്ട് കളി മുന്നോട്ട് പോകണം. അത് നല്ല മൂവ് തന്നെയാണ്. റൂക്കിനെ ഇവിടെ A7 കളിക്കുന്നത്. അതും അല്ലെങ്കിൽ D1 കളിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ അർജുൻ ഗെയിമിൽ കളിക്കുന്നത് ക്യൂൻ H5 ആണ്. അപ്പോൾ നോക്കുമ്പോൾ ക്യൂനും ബിഷപ്പും ഓക്കെ. പക്ഷെ ക്യൂൻ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കുമോ? കിങ്ങിന് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പാടില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഒരു റൂക്കിനെ എങ്ങാനും എടുക്കാൻ പോയി കഴിഞ്ഞാൽ, കാരണം ബ്ലാക്ക് ഒന്ന് കെയർലെസ് ആയ ഇവിടെ പണി കിട്ടും. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ റൂക്കിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോയിക്കൂടെ, ഇങ്ങനെ ചെക്ക് വെച്ചാൽ മേറ്റൊന്നുമല്ലോ, കിങ് F7 വെച്ച് രക്ഷപ്പെടാമല്ലോ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ
ഇവിടെ എങ്ങാനും റൂക്കിനെ വെട്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൂക്കിനെ വെട്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ വെച്ചല്ല എടുക്കാൻ പോണത്. ആദ്യം ചെയ്യാൻ പോണത് ബിഷപ്പ് വെച്ചാണ് എടുക്കാൻ പോണത്. ബിഷപ്പ് ടേക്സ് h7 ചെക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? കിങ് മാറണം, ബിഷപ്പ് മാറി, ഒറ്റ മൂവേ ഉള്ളൂ, ഇത് നേരെ ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് ആ പൊസിഷനിൽ നേരിട്ട് റൂക്കിനെ എടുക്കുന്നത് ഇവിടെ ആൻഡ്രേക്കിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇതുപോലത്തെ ചെക്ക് മേറ്റിംഗ് ത്രെഡ്സ് അർജുൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് G6 കളിക്കുന്നു. അർജുൻ ഒട്ടും പിടിവിടുന്നില്ല, ബിഷപ്പിൻ്റെ G6 കളിക്കുന്നു. അപ്പോൾ മിനിമം ഒരു ഡ്രോ തന്നെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ പോൺ വെച്ച് ബിഷപ്പ് എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഗെയിമിൽ ഇവിടെ ക്യൂവിനെ E7 കളിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ബിഷപ്പിനെ എടുത്തില്ല? ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്യൂൻ ടേക്സ് G6 ചെക്ക് വരും. കിങ്ങിന് ഇങ്ങോട്ട് തന്നെ മാറണം. ഇനി ചാടിക്കയറി ബിഷപ്പിനെ എടുക്കാൻ പോകണ്ട, വിത്ത് ചെക്ക് ഇങ്ങോട്ട് ബിഷപ്പിനെ എടുക്കാവുന്നതാണ്. കിങ് മാറി ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് വരികയും ചെയ്യും. ഇനിയിപ്പോൾ കിങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്കിനെ ഇവിടെ മാറ്റി കളിച്ചാൽ ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. കിങ് ഭയങ്കര എക്സ്പോസ്ഡ് ആണ് ഇവിടെ ബ്ലാക്കിൻ്റെ. അപ്പോൾ എന്തായാലും അർജുൻ ഇവിടെ ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടും ഈ ഒരു പൊസിഷനിൽ ആ ഒരു പോണിനെ എടുക്കുന്നത്, ഈ ഒരു ബിഷപ്പിനെ എടുക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് ക്യൂവിനെ E7 കളിക്കുന്നു ആൻഡ്രേക്കിൻ. ഇവിടെ ബിഷപ്പിനെ ഇവിടെ തിരികെ കൊണ്ടുവരുന്നു. ബിഷപ്പിനെ ഇവിടെ കളിച്ചിട്ട് E4 കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ബിഷപ്പ് വെച്ചിട്ട് ഈ റൂക്കിനെ എടുക്കാവുന്നതാണ് ആൻഡ്രേക്കിന്. പക്ഷേ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പിനെ ഇവിടെ കൊടുക്കാൻ ഇവിടെ ആൻഡ്രേക്കിൻ തയ്യാറല്ല. ഈ ഒരു ബിഷപ്പ് ഇവിടെ സെൻട്രൽ തന്നെ നിൽക്കട്ടെ. തൽക്കാലമുള്ള ഇവിടെ ഇരിഗേസിയുടെ കൗണ്ടർ പ്ലേ തടയാൻ വേണ്ടിയിട്ട് ആ ബിഷപ്പിനെ അവിടെ തന്നെ വെക്കുകയാണ്. വേണമെങ്കിൽ റൂക്കിനെ എടുക്കാമായിരുന്നു ഇവിടെ ആൻഡ്രേക്കിന്, പക്ഷേ എടുക്കാൻ പോകുന്നില്ല. ബിഷപ്പ് E4 മൂവിന് ശേഷം റൂക്കിനെ F4 കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഷപ്പിലേക്കാണ് അറ്റാക്ക്. അർജുൻ എന്ത് ചെയ്യുന്നു? ബിഷപ്പ് D5 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ ആകെയുള്ള സപ്പോർട്ട് ഈ ഒരു നൈറ്റല്ലേ, വേണമെങ്കിൽ വെട്ടിയെടുത്തൂടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് ചെക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ വെട്ടിയെടുത്ത് ചെക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത മൂലം ഇതിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം ഉണ്ട്. ഇനി ബിഷപ്പ് വെച്ച് ഈ ഒരു ബിഷപ്പിനെ വെട്ടിയാലോ നൈറ്റിന് നല്ലൊരു സ്ക്വയർ കിട്ടുകയും ചെയ്യും. ക്യൂനിലേക്കും റൂക്കിലേക്കും ഒരു കൊട്ടു കൊടുക്കാവുന്നതാണ്. ഇവിടെ റൂക്കുകളിൽ ഡബിൾ ചെയ്യുകയാണ്. ഇപ്പോഴും ഈ റൂക്കിനെ എടുക്കാൻ ഇവിടെ ആൻഡ്രേക്കിൻ റെഡിയല്ല. മാക്സിമം പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ആൻഡ്രേക്കിൻ നോക്കുന്നത്. ഇവിടെ ഫൈനലി റൂക്കിനെ സേവ് ചെയ്തു. ശരി, എടുക്കണ്ട, ഈ റൂക്കിനെ ഞാൻ രക്ഷിച്ചോളാം എന്നുള്ള രീതിയിൽ ഇവിടെ അർജുൻ കളിക്കുന്നു. കിങ്ങിന് ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ഡയഗണിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ബിഷപ്പിനുള്ള മൊബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് കിങ് അവിടെ നിന്ന് മാറുന്നത്. G3 കളിച്ചിട്ട് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം അർജുൻ. റൂക്ക് F6 പോകുന്നു. ബിഷപ്പ് വെച്ച് എടുക്കുന്നു. ക്യൂൻ വെച്ച് തിരികെ എടുക്കുന്നു. റൂക്കിനെ F2 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ F2 ഒരുപാട് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ തൽക്കാലമുള്ള ഇവിടുത്തെ ത്രെഡ്സ് ഒന്നും നടക്കില്ല. ഇവിടെ F2 നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. B6 കളിക്കുന്നു. നൈറ്റിനെ ഇവിടെ റീറൂട്ട് ചെയ്ത് C2 കളിക്കുകയാണ് അർജുൻ. അപ്പോൾ ഐഡിയ വ്യക്തമാണ്. അടുത്ത മൂല തക്കമായ അവസരം കിട്ടിയാൽ ബിഷപ്പിനെ എടുക്കുക. ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല, ഇത് പിണ്ടാണ്. ബിഷപ്പിനെ B2 കളിച്ചിട്ട് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യണം. അർജുൻ എന്ത് ചെയ്യുന്നു? ക്യൂവിനെ H4 കളിക്കുന്നു. തൽക്കാലം ഇവിടെ ഓക്കെ, വേണമെങ്കിൽ എടുത്തോളൂ, എനിക്കതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കളിക്കുന്നത്. ഈ ബിഷപ്പിനെ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, ബിഷപ്പിന് ഈ പോണിനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇപ്പോൾ നൈറ്റ് നല്ല രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭാവിയിൽ അത് വീക്ക്നെസ് ആയേക്കാം. തക്കമായ അവസരത്തിൽ A4 കളിക്കാനും കൂടെയാണ് ഇവിടെ വൈറ്റിൻ്റെ ശ്രമം. ക്യൂവിനെ ഇവിടെ D5 സ്ക്വയറിലേക്ക് വന്നിട്ട് നല്ല കുറച്ച് സ്ക്വയറുകൾ ഇവിടെ ബ്ലാക്ക് കൺട്രോൾ ചെയ്യുകയാണ്. A4 കളിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു പോണ് ഈ ഒരു ക്യൂവിൻ്റെ പ്രൊട്ടക്ഷനിലാണ്, കുഴപ്പമില്ല. മാത്രമല്ല B5 പോണിന് ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷനായി, ക്യൂവിന് വന്ന് വെട്ടിയെടുക്കാനും പറ്റില്ല. റൂക്ക് F4 എന്ന് പറഞ്ഞ കിടലും മൂവ് ഇവിടെ ബ്ലാക്ക് കളിക്കുകയാണ്. അപ്പോൾ ഒരു ത്രെട്ട് ഈ ഒരു ക്യൂവിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യണത്? അർജുൻ ക്യൂവിന് H6 ആണ് പോണത്. എന്ത് സംഭവിക്കും ഈ റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മൂവ് ഉണ്ട് ഇവിടെ. റൂക്ക് G8 ചെക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ചെക്കിനെതിരെ എന്ത് ചെയ്യും? ഒന്നും തന്നെ ചെയ്യാനില്ല, ക്യൂവിനിടയിൽ വരേണ്ടി വരും. അപ്പോൾ ഇതിനിവിടെ ക്യൂൻ കൊടുക്കാന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ചാടിക്കയറി റൂക്കിൻ്റെ G3 വേണമെങ്കിൽ വെട്ടാം. പക്ഷെ അതിനേക്കാളും പവർഫുൾ മൂവ് ഉണ്ട്, ഈ ഒരു പോൺ വെച്ചും വെട്ടാം. അപ്പോൾ ഈ ക്യൂവിന് അനങ്ങാൻ പറ്റില്ല, കിങ്ങുമായിട്ട് ലൈൻഡപ്പാണ് ഈ റൂക്കിൻ്റെ പണിയുള്ളതുകൊണ്ട്. അപ്പോൾ ആ റൂക്കിനെ അവിടെ ചാടിക്കയറി വെട്ടുന്നത് അത്ര നല്ല ഐഡിയ അല്ല അർജുന്. ക്യൂൻ H6 കളിച്ച് വളരെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുകയാണ് അർജുൻ.
ക്യൂൻ C4 കളിക്കുന്നു. അപ്പോൾ ഏതിലേക്കാണ് അറ്റാക്ക്? ഈ റൂക്കിലേക്ക് അറ്റാക്കാണ്. ജസ്റ്റ് ആ റൂക്കിന് പ്രൊട്ടക്ഷനായിട്ട് ക്യൂവിനെ H5 കളിക്കുന്നു. റൂക്ക് F5 കളിച്ചിട്ട് ക്യൂവിനെ അങ്ങ് ഓടിച്ചു വിടാൻ നോക്കുകയാണ്. നൈറ്റ് E3 കളിക്കുന്നു. അപ്പോൾ ക്യൂവിനെ ഓടിച്ച് രക്ഷപ്പെടുന്നതിന് പകരം തിരിച്ച് ഈ ഒരു ക്യൂവിലേക്ക് പണിയെടുക്കുകയാണ്. അപ്പോൾ ക്യൂവിലും റൂക്കിലും ഒരേ സമയം അറ്റാക്കാണ്. ഒരു എക്സ്ചേഞ്ച് കിടക്കുന്നു, ക്യൂവിനെ വെട്ടുന്നു, ഇവിടെയും ക്യൂവിനെ വെട്ടുന്നു. അപ്പോൾ ഇനി ഈ ഒരു റൂക്കും കൂടെ അറ്റാക്ഡ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? റൂക്ക് വെച്ച് നൈറ്റിനെ കൂടെ വെട്ടുന്നു, ബിഷപ്പിനെയും വെട്ടിയെടുത്തു. അപ്പോൾ മോറോലെസ് ഒരു ഈവൻ പൊസിഷനിലോട്ട് പോകും. കാര്യം ഇവിടെ ഒരു പോൺ ഇവിടെ എക്സ്ട്രാ ഉണ്ടെങ്കിലും, ഇവിടെ 4 പോൺ വേഴ്സസ് 5 പോൺ ആണെങ്കിലും ഇവിടെ ജസ്റ്റ് ഒരു പോണിനെ വെട്ടിയെടുത്തിട്ട് ഇപ്പോൾ ഈക്വൽ പോൺ സ്ട്രക്ചറായി. പക്ഷെ അർജുൻ എങ്ങനെയാണ് പിരിമുറുക്കുന്നത് നോക്കാം. റൂക്കിനെ ആദ്യം C2 ഇവിടെ C2 കളിക്കുന്നു. ഐഡിയ എന്താണ്? റൂക്കിനെ ഈ ഒരു ഫയലിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കിങ്ങിനെ പുറത്തു വരാതെ നോക്കാനാണ് ഇവിടെ അർജുൻ്റെ ഐഡിയ. അപ്പോൾ E4 പുഷായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻഡ്രേക്കിൻ പോണുകളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ 2 റൂക്കുകളെയും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ബാക്ക് റാങ്ക് വീക്ക്നെസ് ഒന്നുമില്ല. കാരണം എന്താണ്? കിങ്ങിന് ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഒരു പോൺ കൊടുത്തോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഇവിടെ 3 പോൺ ആ പോയാലും എനിക്ക് നല്ല രീതിയിലുള്ള അറ്റാക്ക് കിട്ടുമെന്നാണ് ഇവിടെ അർജുൻ കാണുന്നത്. ആദ്യം തന്നെ ഈ ഒരു 7th റാങ്ക് ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ അർജുൻ്റെ പരിധിയിലായി. ഇനി ത്രെട്ട് എന്താണ്? അടുത്ത മൂവിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും ആൻഡ്രേക്കിന് അതിനൊന്നും വീഴില്ല. റൂക്ക് G5. ഇനി ഒരു ചെക്ക് വന്നാൽ റൂക്ക് വെച്ചത് അവിടെ തടുക്കാം. ഇതാണ് ആൻഡ്രേക്കിൻ്റെ ഉദ്ദേശം. പക്ഷെ ആദ്യം ഈ റൂക്കിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനാണ് ഇവിടെ അർജുൻ ശ്രമിക്കുന്നത്. റൂക്കിനെ G4 നിലനിർത്തുന്നു. ഈ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ ആദ്യം ഒരു ചെക്ക് കൊടുക്കുന്നു. ഇവിടെ റൂക്ക് ഇടയിൽ വരണം, വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ. ഇവിടെ റൂക്ക് വെച്ച് റൂക്കിനൊന്നും എടുക്കുന്നില്ല. ഈ റൂക്കിനെ കുറച്ചും കൂടെ നല്ല ആക്ടിവിറ്റി ആയിട്ട് 2 റൂക്കുകളെയും കൂടെ കണക്ട് ചെയ്തു. ഇനി H7 പണിയാണ്. ഒന്നും തന്നെ ചെയ്യാനില്ല. റൂക്ക് ഇവിടെ ജസ്റ്റ് മാറി മാറി കളിക്കാവുന്നേ ഉള്ളൂ. കാരണം അടുത്ത മൂവിൽ ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കും. ഇതുപോലത്തെ മൂവ് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. റൂക്കിന് H7 കളിച്ചാൽ ചെക്ക്മേറ്റ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? റൂക്ക് G4 കളിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ജസ്റ്റ് വെട്ടി കിങ് മാറുന്നു. ഈ ഒരു പോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കളി തിരിച്ചു കൊടുക്കാനാണ് ആൻഡ്രേക്കും വിചാരിക്കുന്നത്. പക്ഷെ നടക്കുന്നില്ല. റൂക്ക് ജസ്റ്റ് മാറുന്നു. എപ്പോഴും ഇതുപോലത്തെ ത്രെഡ്സ് ഇവിടെ അർജുൻ നിലനിർത്തുന്നു. കിങ് ജസ്റ്റ് മാറുന്നു. ഇവിടെ കിങ്ങിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ അർജുൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. റൂക്ക് B4. ഇനി എങ്ങാനും ഒരു പാസ് പോൺ കിട്ടുമോ എന്നുള്ള പ്രത്യാശയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു മൂവ് കളിക്കണം. കിങ് H3 കളിച്ചിട്ട് റൂക്കിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ റൂക്കിന് പോകാനുള്ള സ്ക്വയറുകൾ കുറഞ്ഞു വരികയാണ്. റൂക്ക് G6. H5 കളിച്ചിട്ട് റൂക്കിനെ ഓടിക്കാൻ നോക്കണം. റൂക്ക് വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ നോക്കണം. H6 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഓൾറെഡി ഇവിടെ ബ്ലാക്കിന് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെക്ക് മേറ്റിംഗ് ത്രെഡ്സ് ആണ് നോക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ഇവിടെ വൈറ്റ് വളരെയധികം സേഫാണ്. നിങ്ങൾക്കുണ്ടാവാൻ സംശയം, ഇങ്ങനെ ഒരു ചെക്ക് വെച്ച് ഈ ഒരു പോണിനെ മേടിക്കൂടെ? പക്ഷെ ഒന്നുകൊണ്ട് മേടിക്കണ്ട. കിങ് G4 കളിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റില്ല. ഈ ഒരു ചെക്ക് മേറ്റ് പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അത് കളിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ റൂക്കിനെ ഇവിടെ B1 കളിക്കുന്നത്. പോണിനെ H7 കളിക്കുന്നു. ഇവിടെ അർജുൻ്റെ ഒപ്പോണൻ്റായ ആൻഡ്രേക്കിൻ റിസൈൻ ചെയ്യാണ്. കാരണം വേറൊന്നും കണ്ടല്ല, അടുത്ത മൂവിൽ ഇവിടെ ചെക്ക് മേറ്റ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നും തന്നെ ഇവിടെ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അർജുൻ്റെ ഒപ്പോണൻ്റ് ഇവിടെ റിസൈൻ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.